വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ച തിരിച്ചറിയാനാകാത്തവരെ കൂട്ടമായി സംസ്കരിച്ചു. പുത്തുമലയിലെ ഹാരിസൺ പ്ലാന്റേഷൻ ഭൂമിയിലായിരുന്നു സംസ്കാരം. സർവമത പ്രാർത്ഥനയോടെയാണ് 8 മൃതദേഹങ്ങളും സംസ്കരിച്ചത്. ബാക്കി മൃതദേഹങ്ങളുടെ സംസ്കാരം നാളെ നടക്കും. അതേസമയം മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്ത പ്രദേശത്തെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 365 പേരുടെ മരണമാണ്. ഇനിയും 200-ലധികം പേരെ കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. കൂടാതെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാളെ മുതൽ തുറന്ന് പ്രവർത്തിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. ക്യാമ്പുകളും കളക്ഷൻ സെന്ററുകളും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അവധി തുടരും. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, മണ്ണിന് മുകളിൽ ഒരുപാട് സ്വപ്നങ്ങളും സന്തോഷവും പടുത്തുയർത്തിയ പങ്കുവെച്ച ജീവിതങ്ങൾ, മണ്ണെടുത്ത ജീവിതങ്ങൾ മണ്ണിലേക്ക് തന്നെ അലിയുകയാണ്. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിഷ്ണു, 8 മൃതദേഹങ്ങളും സംസ്കരിച്ചിരിക്കുകയാണ്. 8 മൃതദേഹങ്ങൾക്കും വികാരനിർഭരമായ യാത്രയയപ്പ് നൽകിയിരിക്കുകയാണ് ഈ ദുരന്ത നാട്. രക്ഷപ്പെട്ടോടിയ ഒട്ടനവധി ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പേരോ ഊരോ ഒന്നും അറിയില്ലെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ടവരായ 8 പേർക്കും യാത്രയയപ്പ് നൽകുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ 8 മൃതദേഹങ്ങളും കുഴിമാടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. സംസ്കാരം പൂർത്തിയായിരിക്കുന്നു. എന്തായാലും വികാരനിർഭരമാണ് ഈ രാത്രിയിലെ രംഗങ്ങൾ. തീർത്തും വേദനാജനകമായ കാഴ്ചകളാണ് ഈ രാത്രിയിലെ കാഴ്ചകൾ. ദുരന്ത രാത്രി തുടരുകയാണ്. അടുത്ത ദിവസവും സമാനമായ രീതിയിൽ തന്നെ വൈകിട്ട് 4 മണിക്ക് ബാക്കി മൃതദേഹങ്ങൾ, തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കും. രാത്രിയിൽ നാളെ വൈകിയും ഇത്തരത്തിൽ തന്നെ ഈ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്ന കാര്യം തുടരുകയും ചെയ്യും. എന്തായാലും തീർത്തും വികാരനിർഭരമായ ദുഃഖകരമായ കാഴ്ചകൾ തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. 8 മൃതദേഹങ്ങളും ഇപ്പോൾ പൂർണ്ണമായും കുഴിയിലേക്ക് വെച്ചിരിക്കുന്നു, കുഴിയിലേക്ക് ചേർത്തിരിക്കുന്നു, മണ്ണിനോട് ചേർന്നിരിക്കുന്നു. മണ്ണിൽ ലയിച്ചു ചേരുന്നതിന് വേണ്ടി ഈ 8 ആളുകളെയും വികാരനിർഭരമായ സ്നേഹവായ്പോടുകൂടിയ യാത്രയയപ്പ് ദുരന്ത നാട് നൽകിയിരിക്കുന്നു. ഇനി 38 കുഴിമാടങ്ങളായിരുന്നു ഇവിടെ ഒരുക്കിയിരുന്നത്. അതിൽ 8 മൃതദേഹങ്ങൾ സംസ്കരിച്ചു കഴിഞ്ഞു. ഇനി 30 കുഴിമാടങ്ങൾ ബാക്കിയുണ്ട്. അത് നാളത്തേക്കാണ്. നാളെ കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കും. നടപടികൾ തുടരും. അടുത്ത ദിവസവും സമാനമായ രീതിയിൽ ഈ 65 ഏക്കർ പ്ലാന്റേഷൻ ഭൂമിയിൽ ഇത്തരത്തിൽ തന്നെ ശ്മശാന ഭൂമിയായി മാറുന്നതിനുള്ള കുഴിമാടങ്ങൾ ഒരുക്കും. ഇവിടെ ബാക്കിയുള്ളവർക്ക് അന്ത്യവിശ്രമം ഒരുക്കുകയും ചെയ്യും. അതിനു മുൻപായി ഏതെങ്കിലും മനുഷ്യർക്ക് പ്രിയപ്പെട്ടവരെ, ബന്ധുക്കളെ തിരിച്ചറിയാനുള്ള സൗകര്യമുണ്ടായാൽ അവർക്ക് മെഡിക്കൽ CHSC പ്രവർത്തിക്കുന്ന, താൽക്കാലിക CHSC പ്രവർത്തിക്കുന്ന അവിടെ എത്തി ആ ബന്ധുജനങ്ങളെ, ആ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് DNA പരിശോധനയിലൂടെ മാത്രമല്ല, മറ്റ് ആഭരണങ്ങൾ, മറ്റ് അടയാളങ്ങൾ ഒക്കെ, അവർ ധരിച്ചിരുന്നത് വസ്ത്രങ്ങൾ ഒക്കെ അടയാളമാക്കി ഈ ബന്ധുജനങ്ങൾക്ക് അവിടെ എത്തി ഈ താൽക്കാലിക മോർച്ചറിയിലെത്തി ബന്ധുജനങ്ങളെ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെയും ഈ കാര്യങ്ങൾ പുരോഗമിക്കും. ബന്ധുജനങ്ങൾക്ക് നാളെയും ഈ മോർച്ചറിയിലെത്തി മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. അത്തരത്തിൽ തിരിച്ചറിയുന്ന മൃതദേഹങ്ങൾ ഇങ്ങനെ കൂട്ട സംസ്കാരം നടത്തുന്നതിൽ നിന്നും മാറ്റുകയും ചെയ്യും. ഇന്ന് 9 മൃതദേഹങ്ങളായിരുന്നു ഇവിടെ സംസ്കരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരുന്നത്. അതിൽ 1 മൃതദേഹം ബന്ധുക്കളെത്തി തിരിച്ചറിഞ്ഞു. അങ്ങനെ 8 മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയി. വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ്, വിവിധ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലങ്ങളിൽ നിന്നുമൊക്കെയാണ് ഈ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പഞ്ചായത്ത് അധികൃതരുടെ NOC അടക്കമുള്ള നിയമപരമായ നടപടികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇവിടെ സംസ്കാരത്തിന് വേണ്ടി എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വൈകി സംസ്കാര ചടങ്ങുകൾ തുടങ്ങുകയും ചെയ്തത്. രാത്രി 9:30 കൂടിയാണ് മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം സർവ്വമത പ്രാർത്ഥന, 3 മതവിഭാഗങ്ങളുടെയും ഹൈന്ദവ, ഇസ്ലാമിക, ക്രൈസ്തവ വിഭാഗം മതമേലധ്യക്ഷന്മാരുടെയും നേതൃത്വത്തിൽ ഹൃദയഹാരിയായ പ്രാർത്ഥന ചടങ്ങുകൾ നടന്നു. അതിനുശേഷം മണ്ണിലേക്ക് ഈ മൃതദേഹങ്ങൾ എടുക്കുകയും ചെയ്തു. ഉറങ്ങാൻ പോയ ആളുകളാണ്, മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പോയ ആളുകളാണ്, മനസ്സമാധാനത്തോടെ അടുത്ത ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന ആളുകളാണ് ഇങ്ങനെ ദുരന്ത ഭൂമിയിൽ ദുരന്തമായ കാഴ്ചകൾക്ക് വേണ്ടി മൃതദേഹങ്ങളായി മാറിയത്. കഴിഞ്ഞ ദുരന്തമുണ്ടായ രാത്രി പുറത്ത് മഴയായിരുന്നു. നല്ല ആശ്വാസത്തോടുകൂടി, മഴയുണ്ടെങ്കിലും സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പോയ ആളുകളാണ്. കുടുംബസമേതം വർത്തമാനമെടുത്ത് പറഞ്ഞ്, അയൽവാസികളോട് ചിരിച്ചു കളിച്ച് സംസാരിച്ച്, പരിചയക്കാരോട് ഫോണിൽ സംസാരിച്ചുമൊക്കെ ഉറങ്ങാൻ പോയ ആളുകളാണ്. സമാധാനത്തോടെ ഉറങ്ങിയ ആളുകൾക്ക് മനസമാധാനമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചുകൊണ്ട് ഈ ദുരന്തം ഇവിടേക്ക് എത്തുന്നു. പ്രകൃതി അതിന്റെ തനി സ്വരൂപം പോലെ വിസ്മോടനകരമായിട്ടുള്ള അഭാവം കാഴ്ചവെച്ച ദുരന്തഭൂമിയിൽ അവശേഷിപ്പുകളായി മാറിയവർക്കാണ് ഇനിയുള്ള ജീവിതം എങ്ങനെയെന്നറിയാതെ, കരുപിടിപ്പിക്കണമെന്നറിയാതെ പകച്ചു നിന്നു പോകുന്നത്. എന്തായാലും അങ്ങനെ പകച്ചു നിന്നു പോകുന്ന ഒട്ടനവധി ആളുകളുടെ ഒരു ആദരാഞ്ജലികളോട് കൂടിയാണ്, ആ ഒട്ടനവധി ആളുകളുടെ കണ്ണീരോട് കൂടിയുള്ള സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങിയാണ്, ആ ഒട്ടനവധി ആളുകളുടെ ബഹുമാനങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഈ മൃതശരീരങ്ങൾ ഇന്ന് മറവ് ചെയ്യപ്പെടുന്നത്.
കൂടുതൽ മൃതദേഹങ്ങൾ നാളെ എത്തും. സമാനമായ രീതിയിൽ തന്നെ ഇവിടെ സംസ്കാര ശുശ്രൂഷകൾ നടക്കും, സർവമത പ്രാർത്ഥനകൾ നടക്കും. ദുരന്തഭൂമിയിൽ മറ്റൊരു സ്മാരകം ഉയരുകയും ചെയ്യുന്നു. ദുരന്തഭൂമി എന്ന് പറഞ്ഞാൽ പുത്തുമല നേരത്തെയും ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ്. അവിടെ നിന്നും തൊട്ടടുത്ത പ്രദേശമാണ് മുണ്ടക്കൈ. സമീപ ഗ്രാമത്തിലെ സമീപമായിട്ടുള്ള ആ ദുരന്തത്തിന് സാക്ഷികളായി പോയ ആളുകളെ ഈ ദുരന്തഭൂമിയിലെത്തി മണ്ണിനോട് ചേർക്കുന്ന കാഴ്ചകൾ, വികാരനിർഭരമായിട്ടുള്ള ദുഃഖാർദ്രമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ രാത്രിയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും തിരച്ചിൽ തുടരുകയാണ്. നാളെ രാവിലെ മുതൽ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ ഉണ്ടാകും. മുട്ടക്കൈ, പുഞ്ചിരിവട്ടം അടക്കമുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായ തിരച്ചിൽ ഉണ്ടാകും. ഒപ്പം ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ഉണ്ടാകും. വനമേഖലകൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ഉണ്ടാകും. ഒട്ടനവധി മനുഷ്യരെ കിട്ടും. ആരെന്നോ അറിയാത്ത മനുഷ്യരെ കിട്ടും. ആ മനുഷ്യരെയെല്ലാം ഇതുപോലെ സർവമത പ്രാർത്ഥനകളോടുകൂടി, സ്നേഹവായ്പകളോടുകൂടി നാട് വീട നൽകും. ആരെന്നോ എന്തെന്നോ അറിയില്ലെങ്കിലും തങ്ങളിൽ ഒരാളായി, തങ്ങളിൽ പ്രിയപ്പെട്ടവരായി ജീവിച്ച മനുഷ്യരാണ് ഇവരൊക്കെ. അവർക്കൊക്കെ എങ്ങനെയാണ് യാത്രയയപ്പ് നൽകുക എന്നുള്ളത് ഹൃദയഭേദകമായ ഒരു മാനസികാവസ്ഥയിലൂടെ മാത്രമേ ഈ ആളുകൾക്ക് യാത്രയയപ്പ് നൽകാൻ കഴിയുകയുള്ളൂ. ഒട്ടനവധി ആളുകൾ രക്ഷപ്പെട്ട് മാറിയ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിപ്പെട്ട ആളുകളൊക്കെ ഈ മനുഷ്യർക്ക് യാത്രയയപ്പ് നൽകുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരുന്നു. കണ്ണീരണിഞ്ഞ് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായമായ മുഖത്തോടുകൂടി അവരുടെ പല ഭാഗങ്ങളിലും ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിലെ തേയിലത്തോട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള മനുഷ്യർ ഇരിപ്പുണ്ടായിരുന്നു. നിസ്സഹായതയും സങ്കടവും നിറഞ്ഞ മനുഷ്യ മുഖങ്ങളായിരുന്നു അവയെല്ലാം. ഒരു ഭാഗത്ത് നിസ്സഹായതയാണെങ്കിൽ മറ്റൊരു ചില മനുഷ്യരുടെ മുഖത്ത് വിഷാദം മാത്രമാണ്. ഇനി എങ്ങനെ ജീവിക്കുമെന്നൊക്കെ അറിയാതെ, ഈ നാട്ടിൽ ഇനി ജീവിക്കാൻ കഴിയുമോ എന്നറിയാതെ, ദുരന്തം കവർന്നെടുത്ത നാട്ടിൽ ഇനി തങ്ങൾക്ക് ജീവിക്കേണ്ടെന്ന് പറയുന്ന ആളുകളൊക്കെയും ഇവിടെയുണ്ട്. അവർക്കെല്ലാം ഒരേ ഭാവമാണ്, വിഷമമാണ്, നിസ്സഹായതയാണ്. ഈ രണ്ട് ഭാവങ്ങൾ മാത്രമാണ്. നാളെയും സംസ്കാര ചടങ്ങുകൾ തുടരും. 38 ശരീരങ്ങൾ അടക്കം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കിയ കുഴികളിൽ 8 മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നു. ഇനി 30 കുഴിമാടങ്ങൾ ബാക്കി ഭാഗങ്ങളിൽ ഇനിയും ഇതുപോലെ കുഴികൾ ഒരുങ്ങും. അവിടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കും. അതിനുശേഷം എപ്പോഴെങ്കിലും ബന്ധുക്കൾക്ക് ഇവരാരെന്നോ ഏതെന്നോ തിരിച്ചറിയാനായാൽ ഇവിടെ എത്തി പ്രാർത്ഥനകൾ നടത്തുന്നതിനും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനുമൊക്കെയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി കുഴിമാടങ്ങൾക്ക് പ്രത്യേകം നമ്പറുകളും നൽകിയിരിക്കുന്നു. ആ നമ്പറുകൾ മാത്രമാണുള്ളത്. പേരില്ല, ഊരില്ല, ഒന്നുമില്ല. നമ്പറുകൾ മാത്രം. അതിന്റെ അടിസ്ഥാനത്തിൽ DNA പരിശോധന പൂർത്തിയാക്കി കൃത്യമായി ഏത് മൃതദേഹം ഏത് ആളുകളുടേതാണെന്ന് മനസ്സിലാക്കിയാൽ ആ ബന്ധുക്കൾക്ക് ഇവിടെ എത്താൻ സാധിക്കും. ഇവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സാധിക്കും. ഇതൊക്കെ പറയാനാവുക ഹൃദയഭേദകമായ വാക്കുകളിലൂടെ മാത്രമായിരിക്കും. നാളെയും തിരച്ചിൽ തുടരും. രാവിലെ തന്നെ ചാലിയാർ പുഴയിൽ മൃതദേഹങ്ങൾ ഇനിയുമുണ്ടെന്ന് പറയുന്നു. മുണ്ടക്കയിൽ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് പറയുന്നു. പുഞ്ചിരിവട്ടത്ത് ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നുണ്ടെന്ന് പറയുന്നു. അതെല്ലാം കണ്ടെത്തണം. അതെല്ലാം കണ്ടെത്തി ഇതുപോലെ സംസ്കരിക്കണം. അവരെയെല്ലാം അർഹിക്കുന്ന ബഹുമതികളോടെ, അർഹിക്കുന്ന ആദരവോടെ, അർഹിക്കുന്ന സ്നേഹവായ്പകളോടെ മണ്ണിനോട് ചേർക്കണം. മണ്ണെടുത്ത ജീവിതങ്ങൾ മണ്ണിൽ നിന്ന് കണ്ടെടുത്ത് ഇതുപോലെ പ്രാർത്ഥനകളോടെ അവരെ യാത്രയാക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ആദരവ് കൊടുക്കൂ എന്നുള്ള ഒരു മനസ്സമാധാനം ഈ നാടിനെങ്കിലും ഉണ്ടാകൂ, ഈ നാട്ടുകാർക്കെങ്കിലും ഉണ്ടാകൂ. കണ്ടു നിൽക്കുന്ന നമുക്കും ഒരു മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തിരച്ചിൽ തുടരും. പല കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള തിരച്ചിലുണ്ട്. പലയിടത്തു നിന്നും ശരീരഭാഗങ്ങൾ ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ശരീരങ്ങളുമെല്ലാം കൃത്യമായി മോർച്ചറികളിലേക്ക് മാറ്റി ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ജീർണാവസ്ഥയിലുള്ള മൃതദേഹങ്ങളാണ് കൂടുതലും. അത് കൂടുതൽ സമയം വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. കൂടുതൽ ജീർണാവസ്ഥയിലേക്ക് പോകുന്നത് നടത്താൻ സാധിക്കില്ല. കാരണം അത് മൃതദേഹത്തിനോട് കാണിക്കുന്ന അനാദരവാണ്. അത് മൃതദേഹത്തിന് കാണിക്കുന്ന പ്രോട്ടോകോൾ ലംഘനമാണ്. അതുകൊണ്ട് എത്രയും വേഗമായിരിക്കും ഇനി ഈ സംസ്കാര നടപടികൾ, കൂട്ടസംസ്കാരമൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുക. എത്രയും വേഗം ഇവിടേക്ക് ഈ ഒരു ശ്മശാന ഭൂമിയിലേക്ക് കൂടുതൽ മൃതദേഹങ്ങൾ എത്തും. നമ്പറുകൾ മാത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരിച്ചാലും ജീവിച്ചാലും തിരിച്ചറിയുക എന്നത് മനുഷ്യന്റെ അവകാശമാണ്. അതുകൊണ്ട് ഒരു നമ്പർ മാത്രം നൽകിയിട്ടുണ്ട്. ആ നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മൃതദേഹങ്ങളും ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. പിന്നീട് DNA പരിശോധനാ ഫലങ്ങൾ വരുമ്പോൾ ഉറ്റവരെയും ഉടയവരും ഒക്കെ തിരിച്ചറിയുമ്പോൾ ഇവിടെ എത്തി അവർക്ക് പ്രാർത്ഥിക്കാം, അന്ത്യാഞ്ജലി അർപ്പിക്കാം. ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് കാണാം. അതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് ആളുകൾ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ആളുകൾ കുത്തിയിരിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോൾ മടങ്ങുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹം നൽകിക്കൊണ്ട്.
തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കണ്ണീർ പ്രണാമങ്ങൾ നൽകിക്കൊണ്ട്, തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അർഹിക്കുന്ന ആദരവ് നൽകി അവരെ യാത്രയാക്കിക്കൊണ്ട് ഈ രാത്രിയിൽ അവർ പോവുകയാണ്, തിരികെ മടങ്ങുകയാണ്. ആളുകളുടെ എണ്ണം കുറഞ്ഞു. ഇനി ഇവിടെയുള്ളത് രക്ഷാദൗത്യ പ്രവർത്തകർ മാത്രമാണ്. PPE കിറ്റൊക്കെ ധരിച്ച് രക്ഷാദൗത്യ സേനയുടെ ഭാഗമായി പ്രവർത്തിച്ച ആളുകൾ കുഴിമൂടുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ബാക്കിയുള്ള ആളുകളെല്ലാം മടങ്ങുകയാണ്. നാട്ടുകാർ പ്രിയപ്പെട്ടവരെ യാത്രയാക്കി മടങ്ങുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് വകുപ്പ് തല ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും അല്പം മാധ്യമപ്രവർത്തകരും മാത്രമാണ് ഇവിടെ ഇപ്പോഴുള്ളത്. എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ ദുരന്ത രാത്രി ദുരന്ത ദൃശ്യങ്ങൾ സമ്മാനിച്ച് കടന്നു പോകുന്നു. എന്നും കാണുന്ന അതേ കാഴ്ചകൾ, കഴിഞ്ഞ 6 ദിവസമായി ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന അതേ ദുരന്ത കാഴ്ചകൾ, അതേ ദൃശ്യങ്ങൾ, അതേ സങ്കട കാഴ്ചകൾ, അത് തന്നെ ആവർത്തിച്ചുകൊണ്ട് ഇന്നത്തെ രാത്രിയും കടന്നു പോകുന്നു. നാളെയും സമാനമായ രാത്രി. നാളെയും വൈകിട്ട് 4 മണിക്ക് മൃതദേഹങ്ങൾ എത്തിക്കുന്നു. രാത്രിയോടുകൂടി സംസ്കാരം പൂർത്തിയാക്കുന്നു. സമാനമായ അവസ്ഥ, മനസ്സ് മരവിച്ച അവസ്ഥയിലിരിക്കുന്ന ജീവിതങ്ങൾക്ക് ഇത് ആവർത്തിച്ച് കാണുന്ന ദുരന്തത്തിന്റെ വേറൊരു മുഖം മാത്രം, പ്രാകൃതമായ മുഖം മാത്രം. രാത്രിയുടെ ദുരന്ത മുഖത്തിന്റെ, രാത്രിയുടെ പ്രാകൃത ദൃശ്യങ്ങൾ മാത്രം ആയി മാറുകയാണ്. ആളുകൾ മാറുകയാണ്, പോവുകയാണ്. തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും എല്ലാം യാത്രയാക്കി ആളുകൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അധികം ആളുകളൊന്നുമില്ല ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാനും ചില രക്ഷാദൗത്യ പ്രവർത്തകരും, ഏതാനും ചില മാധ്യമ പ്രവർത്തകരും, ഏതാനും ചില പോലീസ് ഉദ്യോഗസ്ഥരും മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അവസാന ഘട്ടത്തിൽ മണ്ണ് മൂടുന്ന രക്ഷാദൗത്യ പ്രവർത്തകരെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഏതാനും ചില ആളുകൾ ആ മണ്ണ് മൂടി അത് ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട, പരിപൂർണമായ രീതിയിൽ മണ്ണ് മൂടുന്നതിന് വേണ്ട കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ചിലർ അടുത്ത ഘട്ടത്തിൽ ആവശ്യമായ മൃതശരീരങ്ങൾ സംസ്കരിക്കുന്നതിന് നാളെ എത്തിക്കുമ്പോൾ ആവശ്യമായ തയ്യാറെടുപ്പുകളുടെ ഭാഗമായ ചർച്ചകൾ നടത്തുന്നു. അത് സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തുന്നു ചില രക്ഷാദൗത്യർ. ചിലർ ഉദ്യോഗസ്ഥർ അനുബന്ധ കാര്യങ്ങൾക്ക് ആവശ്യമായ നടപടികളുടെ ഭാഗമായി ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. നാളത്തെ തുടർ നടപടികളുടെ കാര്യങ്ങൾ അവർ വിശദീകരിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്ക് വിലയിരുത്തലുകൾ നടത്തുകയാണ് ചില ഉദ്യോഗസ്ഥർ. അങ്ങനെ ചില ഉദ്യോഗസ്ഥർ, ചില രക്ഷാദൗത്യ സേനാംഗങ്ങൾ, ചില മാധ്യമപ്രവർത്തകർ മാത്രമായി ഈ ശ്മശാന ഭൂമി മാറുന്നു. കണ്ണീർ നനഞ്ഞ രാത്രിയോടെ മുഴുവൻ ആളുകളും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുമെല്ലാം ഉറങ്ങാൻ പോകുന്നു. ദൃശ്യങ്ങൾ മാറുന്നില്ല. ദുരന്ത ദൃശ്യങ്ങൾ മാത്രം ഇനിയും ബാക്കി, നാളെയും ബാക്കിയാവുക ആ ദൃശ്യങ്ങൾ മാത്രമാകും. രാവിലെ മുതൽ തുടങ്ങുന്ന തിരച്ചിലിന്റെ ഭാഗമായി കിട്ടുന്ന വിവിധ മൃതശരീര ഭാഗങ്ങളെല്ലാം ഇവിടേക്കായി എത്തിക്കും. ഇതേ രീതിയിൽ സംസ്കരിക്കും. ഇന്ന് നടത്തിയ ദൗത്യത്തിന്റെ ഭാഗമായി അണിനിരന്ന ആളുകളെല്ലാം ചേർന്ന് ചില വിലയിരുത്തലുകൾ, ചില പ്രാർത്ഥനകളൊക്കെ നടത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവർ വിലയിരുത്തലുകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തുകയാണ്. അവർ ഓരോ കുഴിമാടത്തിന് സമീപത്തെത്തി പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെയുള്ള ഏതാനും ആളുകൾ മാത്രം, പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ഏതാനും ചില ഉദ്യോഗസ്ഥർ മാത്രം, നമ്മൾ ഉൾപ്പെടുന്ന ചില മാധ്യമ പ്രവർത്തകർ മാത്രമാണ് ഈ ശ്മശാന ഭൂമിയിൽ ഉള്ളത്. ബാക്കി എല്ലാ നാട്ടുകാരും കണ്ണീരോടെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് യാത്ര നൽകി, സ്നേഹവായ്പകൾ നൽകി, ബഹുമാനത്തോടെയുള്ള യാത്രയയപ്പ് നൽകി ഇന്നും മനസമാധാനമില്ലാതെ ഉറങ്ങാൻ പോയിരിക്കുകയാണ്. നാളെ ഉണരുന്നതും മനസമാധാനമില്ലാത്ത ഒരു പുലരിയിലേക്ക്, നാളെ ഉറങ്ങാൻ പോകുന്നതും മനസമാധാനമില്ലാത്ത ഒരു രാത്രിയിലേക്ക്. ഇതിങ്ങനെ തുടരുകയാണ്. എത്ര ദിവസം ഇങ്ങനെ മനസമാധാനമില്ലാതെ ഉറങ്ങുമെന്ന് അറിയില്ല. എന്ന് ഈ തിരച്ചിലിനും ഈ ദൗത്യത്തിനും ശമനമുണ്ടാകുമെന്നും അറിയില്ല. എന്ന് വയനാടിനെ തിരികെ പിടിക്കാനാകുമെന്നും അറിയില്ല. എത്രയും വേഗം അതിജീവനത്തിലൂടെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരികെ കൊണ്ടുവരിക എന്നുള്ള കാര്യം മാത്രമാണ് നമുക്കുൾപ്പെടെ ആശിക്കാനുള്ളത്. അതിനുവേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. വയനാടിനെ സ്നേഹിക്കുന്ന ഈ ദുരന്ത ഭൂമിക്ക് കൈത്താങ്ങായി മാറാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആളുകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുണ്ട്. അവരെല്ലാം ആശിക്കുന്നത്, അവരെല്ലാം പ്രതീക്ഷിക്കുന്നത് എത്രയും വേഗം ഈ നാടിന്റെ അതിജീവനമാണ്. ഈ നാട്ടുകാരുടെ ആത്മവിശ്വാസത്തോടെയുള്ള തിരിച്ചുവരവാണ്. ഈ നാട്ടുകാരുടെ പ്രതീക്ഷയോടെയുള്ള മടങ്ങിവരവിന് വേണ്ടിയാണ്. അതിന് കൈത്താങ്ങാകുക, അതിന് കരുത്താവുക, അതിന് ആത്മവിശ്വാസം നൽകുക, അവരോടൊപ്പം നമ്മളുമുണ്ടെന്ന സന്ദേശം നൽകുക എന്നത് മാത്രമാണ് ചെയ്യാനാവുക. ആ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ദുരന്തഭൂമിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മറ്റും നമുക്ക് സന്നദ്ധ പ്രവർത്തകരുടെ സേവനങ്ങളിലൂടെയും മറ്റു ഭാഗങ്ങളിൽ നിന്നും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന
സഹായഹസ്തങ്ങളിലൂടെയും ഒക്കെ നമുക്കും കാണാൻ കഴിയുന്നത് അത്തരം ചില ആത്മവിശ്വാസം നൽകുന്ന കാഴ്ചകൾ മാത്രമാണ്. പ്രാർത്ഥനകൾ തുടരുകയാണ്. പ്രാർത്ഥനകൾ തുടരുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഒപ്പം ഈ കല്ലുകളിൽ കേരള സർക്കാരിന്റെ പുഷ്പചക്രങ്ങൾ അർപ്പിച്ചിട്ടുണ്ട് ഓരോ മൃതദേഹത്തിനും. തുടർന്ന് ഓരോ കല്ലുകളിലും ഓരോ കല്ലറ പോലെ ഓരോ കല്ലുകൾ ഉയരുന്നുണ്ട്. അവിടെ നമ്പറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. നടപടിക്രമങ്ങളുടെ ഭാഗമായി ഉദ്യോഗസ്ഥരെത്തി നമ്പറുകൾ രേഖപ്പെടുത്തുന്നതിന്റെയും ഓരോ നടപടിക്രമങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം ചില ഉദ്യോഗസ്ഥരും രക്ഷാദൗത്യ സേനയിലെ ചില ആളുകളും നമ്മൾ ഉൾപ്പെടുന്ന മാധ്യമ പ്രവർത്തകരും മാത്രമാണ് ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ, ശ്മശാന ഭൂമിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവശേഷിക്കുന്നത്, ബാക്കിയാക്കുന്നത്. ബാക്കി എല്ലാവരും നാട്ടുകാരും മനസ്സമാധാനമില്ലാത്ത രാത്രിയിൽ ഉറങ്ങാൻ പോയിരിക്കുകയാണ്. എന്തായാലും പ്രാർത്ഥനകൾ തുടരുന്നുണ്ട്. വിവിധ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതുണ്ട്. ഓരോ ദുരന്ത ഭൂമിയിലും ദുരന്ത കാഴ്ചയായി മാറുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ദുരന്ത കാഴ്ച എന്തായാലും കേരളത്തിൽ കണ്ടിട്ടുണ്ടാവുകയില്ല, രാജ്യം കണ്ടിട്ടുണ്ടാവുകയില്ല. ഇങ്ങനെ കൂട്ടമായി സംസ്കരിക്കുന്ന ഒരു കാഴ്ച, അത്രയും ഹൃദയം വേദനിപ്പിക്കുന്ന കാഴ്ച നമ്മൾ മലയാളികൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടാവുകയില്ല ഒരുപക്ഷെ. നേരത്തെ പല ഭാഗങ്ങളിലും, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കോവിഡ് സമയത്തൊക്കെ ഇങ്ങനെ മൃതദേഹങ്ങൾ കൂട്ടമായി സംസ്കരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാഴ്ച, ഇത്തരത്തിൽ കൂട്ടമായി സംസ്കാരം നടത്തുന്ന ഒരു കാഴ്ച ആദ്യമായിട്ടായിരിക്കും നമ്മൾ മലയാളികൾ അതിന് സാക്ഷ്യം, നമ്മുടെ കേരളത്തിൽ സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയണം എന്നുള്ളത് ഓർമ്മിക്കുന്നു. എന്തായാലും പ്രാർത്ഥനകൾ ഒരു വശത്ത് ഇപ്പോഴും തുടരുന്നുണ്ട്. അവസാന ഘട്ടത്തിലുള്ള നടപടികൾ തുടരുന്നുണ്ട്. പുഷ്പചക്രങ്ങൾ ഓരോ മൃതദേഹം അടക്കിയിരിക്കുന്ന കുഴിമാടത്തിന് മുകളിൽ വെച്ചിട്ടുണ്ട്. കേരള സർക്കാരിന്റെ എല്ലാ ബഹുമതികളോടെയും കൂടിയായിരുന്നു മൃതദേഹങ്ങൾ അടക്കം ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടുള്ള പുഷ്പചക്രങ്ങളാണ് ഓരോ മൃതദേഹത്തിന്റെയും കുഴിമാടത്തിന് മുകളിൽ കാണാൻ കഴിയുന്നത്. പൂർണ്ണമായിട്ടുള്ള ആദരവോടുകൂടി, പൂർണ്ണമായിട്ടുള്ള ബഹുമതികളോടുകൂടി, പൂർണ്ണമായിട്ടുള്ള സ്നേഹത്തോടുകൂടി, പറഞ്ഞറിയിക്കാനാകാത്ത സ്നേഹത്തോടു കൂടിയാണ് ഈ നാട് ഈ പ്രിയപ്പെട്ടവർക്ക്, മണ്ണെടുത്ത ജീവിതങ്ങൾക്ക് മണ്ണിൽ അലിയുമ്പോൾ യാത്ര നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനിയും നാളെയാണ് ബാക്കി. നാളെയും ഈ ദുരന്ത മുഖത്തിന്റെ മറ്റൊരു പ്രാകൃത ദൃശ്യങ്ങൾ തന്നെ നമ്മൾ ഇതേപോലെ രാത്രിയിൽ കാണും, അതിന്റെ കാഴ്ചക്കാരായി മാറും. എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും രക്ഷസേനാംഗങ്ങളും ദൗത്യസേനാംഗങ്ങളും മടങ്ങുകയാണ്. എല്ലാവരും മടങ്ങുകയാണ്. അവസാനിച്ചിരിക്കുന്നു ഇന്നത്തെ ഈ ദുരന്തമുഖത്തെ കാഴ്ചകൾ, ദുരന്തമുണ്ടാക്കുന്ന രാത്രിയിലെ കാഴ്ചകൾ. നാളെ സമാനമായ കാര്യങ്ങൾ ആവർത്തിക്കും. വിഷ്ണു. യെസ് മിഥുൻ, വളരെയധികം ഹൃദയഭേദകരമായ ഒരു കാഴ്ച തന്നെയാണ് ഉണ്ടായത്. മുണ്ടക്കയിൽ മരിച്ച തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളാണ് പുത്തുമലയിൽ കൊണ്ടുവന്ന സംസ്കാര ചടങ്ങുകൾ നടത്തിയത്, സംസ്കരിച്ചത്. ഇന്ന് 8 മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിച്ചത്. ബാക്കി മൃതദേഹങ്ങൾ നാളെ ഇതേ സ്ഥലത്ത് തന്നെ സംസ്കരിക്കും. അതിനായുള്ള മറ്റ് ക്രമീകരണങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെയധികം ഹൃദയഭേദകരമായൊരു കാഴ്ച തന്നെയാണ് ഉള്ളത്. തിരിച്ചറിയാനാകാത്ത 8 പേർ ഇന്ന് മണ്ണോട് ചേർന്നിരിക്കുന്നു. മണ്ണിന് മുകളിൽ സ്വപ്നങ്ങളും സന്തോഷങ്ങളും പങ്കുവെച്ച് അവർ മണ്ണെടുത്തു പോയ ജീവിതങ്ങൾ അവസാനം മണ്ണിലേക്ക് തന്നെ അവർ മടങ്ങിച്ചെല്ലുകയാണ്. മിഥുൻ, ഒരുപക്ഷെ ഇനി നാളെ ഈ ഒരു തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുകയാണ്. മുണ്ടക്കൈ ചുരൽ മേഖലയിൽ ഒക്കെ തന്നെയും, ചുരൽമല മേഖലകളിലൊക്കെ തന്നെയും നാളെ മുതൽ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുന്നുണ്ട്. കൂടുതൽ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെയായി തന്നെയാകും നാളെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുക. ദുരന്തഭൂമിയിൽ ആ ഒരു നടുക്കം മാറാതെ ഇപ്പോഴും ജനങ്ങൾ ബാക്കിയാവുകയാണ്.